ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജിദ്ദയിലൂടെ കറക്കം എന്ന നമ്മുടെ യൂട്യൂബ് പ്രോഗ്രാമിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. ഇത് കോർണിഷ് ബീച്ചിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് ഗൈസ്. പിന്നെ കഴിഞ്ഞ് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കുറച്ച് പേർ കമൻറ്റ് ചെയ്തിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ മാക്സിമം ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചിട്ട് എൻ്റെ സൗണ്ട് കൂട്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ തുടക്കക്കാരാണ്, അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളെപ്പോലുള്ള പുതിയ യൂട്യൂബർമാർക്കുള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സബ്സ്ക്രൈബും അതുപോലെ തന്നെ കമൻറ്റും ലൈക്കുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ തിരിച്ച് നമ്മൾ റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കൂടെ വണ്ടി കുറച്ച് സ്പീഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡിൻ്റെ മിനിമം സ്പീഡ് 80 ആണ്. അതുകൊണ്ട് കുറച്ച് സ്പീഡിലായിരിക്കും വീഡിയോ ഉണ്ടായിരിക്കുക, ക്ഷമിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കമൻറ്റായിട്ട് വന്നിരുന്നത് നമ്മൾക്ക് കേരളം നമ്മളെ ചെയ്യുന്ന വീഡിയോക്കാട്ടും നല്ലതാണ്, നിങ്ങൾ ഗൾഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് കുറച്ച് മെസ്സേജ് കുറച്ചാൾ അയച്ചിരുന്നു. പക്ഷേ നമുക്ക് പറയാനുള്ളത് നമ്മൾ കേരളം മോശമായത് കൊണ്ടല്ല ഗൾഫിൻ്റെ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ്. ഞാൻ ജിദ്ദയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നാട്ടിലെത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നാട്ടിലെ വീഡിയോ ചെയ്യും. നമ്മളെ നാടാണ് എന്തുകൊണ്ടും ഗൾഫ് കൺട്രീസിനെക്കാട്ടിലും എത്രയോ ബെറ്റർ എന്നുള്ള 100% നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ അദ്ദേഹം കമൻറ്റ് ചെയ്തിരുന്നു ഇവിടുത്തെ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഒരു മഴ ചെയ്ത് ഒലിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അത് സത്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 മാസത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വീടും പിന്നെ റോഡും എല്ലാം കുറച്ച് ഗട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിൽ ഒരു 6 മാസം മഴ പെയ്യുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്, എല്ലാം ഒലിച്ചു പോവുകയാണ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മളെ നാട്ടിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നു. തിരിച്ച് നാട്ടിലെത്തുകയാണെങ്കിൽ നാട്ടിലെ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് ചെയ്തിട്ട് മറ്റാണ് സബ് കൂട്ടുന്നതെന്ന് പറഞ്ഞൊരു പരാതി. അതുപോലെ തന്നെ ഏതൊരു യൂട്യൂബറും പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഒരു കാരണവശാലും അദ്ദേഹത്തിന് വൺ സപ്പോർട്ടൊന്നും ഒരിക്കലും എവിടുന്നും കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടും അതിൽ കമൻറ്റ് ഇട്ടിട്ടും അതിൽ മെസ്സേജ് ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ തുടക്കക്കാർ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം സബ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതും. നമ്മുടെ ഈ പുതിയ യൂട്യൂബർമാർക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ പ്രോത്സാഹനങ്ങൾ അതുപോലെ തന്നെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മൾ നിവൃത്തികേട് കൊണ്ടാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് ഗൈസ്. അപ്പോൾ റോഡിൽ നിന്ന് വലിയ റഷും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു കാർണിവൽ കിടക്കുന്നുണ്ട്. വലത്തെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, കുട്ടികളുടെ കാർണിവലാണ്. അവിടെ ഒരു 35 റിയാൽ ഫീസ് കൊടുത്താൽ നമുക്ക് എൻട്രി ചെയ്യാം. ജസ്റ്റ് എൻട്രി മാത്രമാണ് 35 റിയാൽ എന്ന് പറയുന്നത്. യാതൊരു കാരണവശാലും കാർണിവലിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള സാധനങ്ങളൊന്നും തന്നെ നമുക്ക് കയറാൻ 35 റിയാൽ കൊണ്ട് സാധിക്കില്ല.